നിങ്ങൾ ഒരു മതവിശ്വാസി ആയിരിക്കണം എന്നില്ല. പക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വായിച്ച്, പഠിച്ച്, തർജ്ജമ ചെയ്ത പുസ്തകമായ ബൈബിളിന്റെ സ്വാധീനം എന്തായാലും ആർക്കും അവഗണിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ബൈബിൾ ഒരു മതപുസ്തകം എന്നതിനേക്കാൾ വലുതാണ്. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള ആയിരക്കണക്കിന് വർഷം നീണ്ടു നിൽക്കുന്ന ചരിത്രത്തെക്കുറിച്ച് ഈ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം അറിയാവോ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിൽ പലതും ഇന്നത്തെ ശാസ്ത്രം സ്ഥിരീകരിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷവും പുരാവസ്തു തെളിവുകൾ, ചരിത്രരേഖകൾ, ശാസ്ത്രീയ കണ്ടെത്തലുകൾ എല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രലോകം സ്ഥിരീകരിച്ച 7 ബൈബിൾ തെളിവുകളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. അതിൽ ചിലത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നോഹയുടെ പെട്ടകത്തിന്റെ ഭൗതികശാസ്ത്രം. 2014 ഇംഗ്ലണ്ടിലെ ലെയ്സ്റ്റർ സർവകലാശാലയിലുള്ള 4 ഭൗതികശാസ്ത്ര വിദ്യാർത്ഥികൾ ചേർന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം പഠനം ചെയ്തു. അത് ശാസ്ത്ര സമൂഹം, മതപണ്ഡിതന്മാർ, അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്നത്തെ ഭൗതികശാസ്ത്രത്തിന്റെ വീക്ഷണം ഉപയോഗിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നോഹയുടെ പെട്ടകത്തിൽ എല്ലാ മൃഗത്തിൻ്റെയും ഓരോ ജോഡി കയറിക്കഴിഞ്ഞാൽ അത് വഹിക്കാൻ ആ പെട്ടകത്തിന് കഴിയുമോ എന്ന് അന്വേഷിക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബൈബിൾ വിവരണത്തെ അടിസ്ഥാനമാക്കി ഈ വിദ്യാർത്ഥികൾ ഗവേഷണം ചെയ്തു. ആ ഭാഗത്ത് ദൈവം നോഹയ്ക്ക് പെട്ടകം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള അളവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം തന്നെ മുഴം എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിനെ ഇന്നത്തെ മെട്രിക് സിസ്റ്റത്തിലേക്ക് അവർ ആദ്യം മാറ്റി. ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 19 ഇഞ്ചാണെന്ന് അവർ കണ്ടെത്തി. അങ്ങനെ നോക്കിയാൽ പെട്ടകത്തിന് ഏകദേശം 476 അടി നീളവും 79 അടി വീതിയും 46 അടി ഉയരവും ഉണ്ടായിരുന്നു എന്നവർ കണ്ടുപിടിച്ചു. ഒരു ഇടത്തരം ചരക്ക് കപ്പലിന്റെ വലിപ്പമുണ്ട് അതിന്. അളവുകൾ മാത്രമല്ല, വേറെയും ഒരു നിർണായക കാര്യം കൂടി ബൈബിൾ പറയുന്നുണ്ട്: ഏത് മരം ഉപയോഗിക്കണം എന്ന്. ബൈബിൾ ഗോഫർ മരം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു മരം ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് സൈപ്രസ് മരത്തെ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ ആ വിദ്യാർത്ഥികൾ തീരുമാനിച്ചു. ഈ മരം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നത് ഈ തരത്തിൽപ്പെട്ട മരത്തെയായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പെട്ടകത്തിന് മാത്രം, അതായത് കാലി പെട്ടകത്തിന് മാത്രം ഏകദേശം 11,79,000 കിലോ ഭാരം ഉണ്ടാകും എന്ന് പറയുന്നു. എന്നിരുന്നാലും ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആർക്കമിഡിസ് തത്വം അനുസരിച്ച് ഈ ഒരു കപ്പലിന് ഏകദേശം 5,08,00,000 കിലോ ഭാരം വരെ താങ്ങാൻ കഴിയുമെന്ന് ഇവർ കണ്ടെത്തി. ബൈബിൾ പറയുന്നത് പോലെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാത്തരം കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളെയും നോഹയുടെ കുടുംബത്തെയും നല്ല സുരക്ഷിതമായിട്ട് ഉൾക്കൊള്ളാൻ ഈ പെട്ടകത്തിന് കഴിയും. ഈ പഠനം ഇത് സത്യത്തിൽ സംഭവിച്ചതാണോ എന്നറിയാനല്ല ചെയ്തത്, പക്ഷേ ഭൗതികശാസ്ത്രം അനുസരിച്ച് ഇത് സാധ്യമാണോ എന്നറിയാനാണ് ഇവരിത് ചെയ്തത്. ഷീലോഹാം കുളം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്നിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജന്മന അന്ധനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. ഈ അത്ഭുതം എങ്ങനെയാ ചെയ്തതെന്ന് ചോദിച്ചാൽ, യേശു നിലത്ത് തുപ്പി ഉമിനീര് കൊണ്ട് ചെളി ഉണ്ടാക്കി ആ അന്ധന്റെ കണ്ണുകളിൽ തേച്ചു. എന്നിട്ട് ഷീലോഹാം കുളത്തിൽ പോയി കണ്ണ് കഴുകാനായിട്ട് പറഞ്ഞു. നൂറ്റാണ്ടുകളായിട്ട് ചില പണ്ഡിതന്മാർ ഈ ഒരു സ്ഥലം ഒരു രൂപകം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലരിത് യഥാർത്ഥ സ്ഥലം തന്നെയാണ് എന്നും വാദിക്കുന്നുണ്ട്. 2005 യെരുശലേമിന്റെ പഴയ നഗരത്തിൽ മലിനജല പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴിച്ച സമയത്ത് തൊഴിലാളികൾ ചില പുരാതന സ്റ്റെപ്പുകൾ കണ്ടെത്തി. അത് കാരണം ആ തർക്കം തന്നെ പൂർണ്ണമായിട്ട് മാറി എന്ന് വേണം പറയാൻ. പുരാവസ്തു ഗവേഷകരെ ഉടൻ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ കുഴി കൂടുതൽ ഖനനം ചെയ്തു. ആ സമയത്ത് അത്ഭുതകരമായ ഒരു കാര്യം കണ്ടെത്തി. 2-ാം ദൈവാലയ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു ജലസംഭരണിയാണത്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന സവിശേഷതകളുമായി ഇത് നന്നായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. ഈ സംഭവം ഷീലോഹാം കുളത്തിന്റെ അസ്തിത്വം സ്ഥിരീകരിച്ചു എന്നത് മാത്രമല്ല, യേശു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സാഹചര്യത്തിന്റെ ശക്തമായ പുരാവസ്തു തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. പുരാതന യെരുശലേമിന്റെ തെക്കേ അറ്റത്ത് ബൈബിൾ പറയുന്നത് പോലെ തന്നെ ഈ കുളം ദേവാലയവുമായി ബന്ധിപ്പിക്കുന്ന പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോളമൻ രാജാവ് നിർമ്മിച്ച മതിൽ. ദാവീദിന്റെ മകനായ സോളമൻ രാജാവ് വിശുദ്ധ നഗരത്തെ വികസിപ്പിക്കാനും അതിനെ കൂടുതൽ മഹത്വപ്പെടുത്താനുമുള്ള അവന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് യെരുശലേമിന് ചുറ്റും ഒരു കോട്ടമതിൽ പണിയാനായിട്ട് ഉത്തരവിട്ടു എന്ന് 1 രാജാക്കന്മാർ 1-ാം അധ്യായം വിവരിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പുരാവസ്തു ഗവേഷകർ ഈ മതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ, അത് സത്യമാണോ എന്ന് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പലരും നിർമ്മിച്ചെടുത്ത ഒരു കെട്ടുകഥയാണ് എന്ന് അവസാനം അവർ തീരുമാനിച്ചു. കാരണം അതിൻ്റെ ഒരു തെളിവ് തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിരുന്നാലും 2010
യെരുശലേമിലുള്ള ഹീബ്രു സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകനായ എലാറ്റ് മാസറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഖനനത്തിൽ BC 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഘടനയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൃത്യമായിട്ട് പറഞ്ഞ സോളമൻ രാജാവിന്റെ ഭരണകാലത്ത് പണിതതാണ് എന്ന് പറയുന്നു. ഏകദേശം 230 അടി നീളവും 20 അടി ഉയരവും അതിനുണ്ട്. പുരാതന ദാവീദിന്റെ നഗരത്തിനും ടെമ്പിൾ മൗണ്ടിന്റെ തെക്കേ ഭാഗത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഇത് കണ്ടെത്തിയത്. മതിലിന്റെ അവശിഷ്ടങ്ങൾ മാത്രമല്ല, ഈ സംഘം ഒരു ഗാർഡ് ഹൗസും ഒരു ഗോപുരത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇത് നഗരത്തെ കാവൽ ചെയ്യാനുള്ള പ്രതിരോധ സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കണ്ടെത്തലുകളെല്ലാം ബൈബിൾ സത്യമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. ബാബേൽ ഗോപുരം. ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പിൻഗാമികൾ നിർമ്മിച്ച ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഹങ്കാരവും തങ്ങളുടെ പേര് നിലനിർത്തണമെന്നും ആഗ്രഹിച്ച് അവിടെ ഉണ്ടായിരുന്നവർ ആകാശത്തെ തൊടുന്ന രീതിയിലുള്ള ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു. ജനത്തിന്റെ അഹങ്കാരം കാരണം അവരുടെ ഭാഷ ദൈവം കലക്കി നാനാഭാഗത്തേക്ക് ചതറിച്ചു കളഞ്ഞു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല ഭാഷകൾ ഉരുവാകാനുള്ള കാരണത്തെക്കുറിച്ച് ഈ വിവരണം ഒരു ദൈവശാസ്ത്രപരമായ വിശദീകരണം തരുന്നുണ്ട്. പല നൂറ്റാണ്ടുകളായിട്ട് ബാബേൽ ഗോപുരം എന്ന് പറയുന്നത് ഒരു ഉപമ മാത്രമാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇന്നത്തെ ഇറാഖിൽ, അതായത് പുരാതന ബാബിലോണിൽ നിന്ന് ഒരു പുരാവസ്തു കണ്ടെത്തി. അത് സകല പണ്ഡിതന്മാരുടെ ശ്രദ്ധയെയും ആകർഷിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ക്യൂണിഫോം എഴുത്തുകളും ഒരു പടിക്കെട്ടുള്ള ഗോപുരത്തിന്റെ ചിത്രവുമുള്ള ഒരു ശിലാഫലകമാണത്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുന്തം പിടിച്ച് കോണാകൃതിയിലുള്ള ഒരു തൊപ്പിയും ധരിച്ച ഒരു മനുഷ്യന്റെ രൂപം അതിലുണ്ട്. ലണ്ടൻ സർവകലാശാലയിൽ പ്രൊഫസറായ സർ ആൻഡ്രൂ ജോർജ് ഈ ശിലാഫലകത്തെക്കുറിച്ച് പഠിച്ചു. അതിൽ സിഗുറാത്ത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് കണ്ടുപിടിച്ചു. ഇത് പൊതുവെ ഒരു പടിയുള്ള പിരമിഡ് ആകൃതിയിൽ നിർമ്മിക്കുന്ന മെസപ്പൊട്ടോമിയയുടെ ഒരുതരം മതപരമായ രൂപമാണ്. ഇതിൽ വിവരിക്കുന്ന ഗോപുരത്തിന് 7 നിലകളുണ്ട്. സർ ജോർജിന്റെ അഭിപ്രായത്തിൽ ഇത് ബാബേൽ ഗോപുരത്തിന്റെ രൂപകമാകാനാണ് സാധ്യത എന്ന് പറയുന്നു. ആ ചിത്രത്തിൽ കാണുന്ന മനുഷ്യരൂപം സർ ജോർജിന്റെ അഭിപ്രായത്തിൽ ബാബിലോണിൽ എല്ലായിടത്തും സിഗുറാൻ ഗോപുരങ്ങൾ പുനഃസ്ഥാപനം ഉൾപ്പെടെയുള്ള സ്മാരക വാസ്തുവിദ്യ പദ്ധതിക്ക് പ്രശസ്തനായ നെബുക്കദ്നേസർ 2-ാമൻ ചക്രവർത്തിയാകാനാണ് സാധ്യത എന്നും പറയുന്നു. ഈ ഗോപുരത്തിന്റെ നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ദേശത്തെയും ഈ ശിലാഫലകത്തിലെ എഴുത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് മെസപ്പൊട്ടോമിയൻ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എങ്കിലും ബൈബിൾ വിവരണവുമായി വ്യക്തമായി യോജിക്കുന്നുണ്ട്. പുരാവസ്തു തെളിവുകളും ബൈബിൾ വിവരണവും തമ്മിലുള്ള ഈ ബന്ധം ബാബേൽ ഗോപുരത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും തുറന്നു എന്നത് മാത്രമല്ല, പരമ്പരാഗതമായി ഇതൊരു കെട്ടുകഥയാണ് എന്ന് വിശ്വസിച്ച ആ വിശ്വാസത്തെ തകർത്ത് ഇത് ഒരു യഥാർത്ഥ ചരിത്ര സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ഈ ശിലാഫലകം തെളിയിക്കുന്നുണ്ട്. എരിഹോ നഗരത്തിന്റെ വീഴ്ച. പഴയ നിയമത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്ന് ഏതാണെന്ന് പറഞ്ഞാൽ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എരിഹോ നഗരത്തിന്റെ പതനമാണ്. യോർദാൻ നദി കടന്നതിന് ശേഷം ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന വഴിക്ക് ആ യാത്രയിൽ വന്ന ആദ്യത്തെ പ്രധാന തടസ്സമായിരുന്നു ഈ എരിഹോ എന്ന കോട്ട കെട്ടിയ നഗരം. ബൈബിൾ ഒരു അസാധാരണമായ യുദ്ധതന്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 7 ദിവസം ഇസ്രായേൽ ജനം കാഹളം മുഴക്കി നിശബ്ദമായിട്ട് നഗരത്തെ ചുറ്റി നടന്നു. അവസാനത്തെ ദിവസം കാഹളത്തിന്റെ ശബ്ദം ഉയർന്നു, കൂടെ ജനങ്ങളും ആർത്തു വിളിച്ചു. ആ ശബ്ദത്തിൽ എരിഹോയുടെ വലിയ മതിൽ തകർന്നു വീണു. അങ്ങനെ ഇസ്രായേലിയർ നഗരം കീഴടക്കി. ഈ 20-ാം നൂറ്റാണ്ടിൽ ഏണസ്റ്റ് സെല്ലിംഗ്, കാൾ വാട്സിംഗർ, അതിനുശേഷം കാത്ലിൻ കെനിയൻ തുടങ്ങിയ പുരാവസ്തു ഗവേഷകർ ഖനനം നടത്തിയ സമയത്ത് പുരാതന എരിഹോ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് BC 800 കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഏറ്റവും പഴക്കം ചെന്ന് കോട്ട കെട്ടിയ നഗരങ്ങളിലൊന്നാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിവരണവുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യം മുതലേ ഈ കെനിയൻ സംശയിച്ചിരുന്നു. നഗരത്തിന്റെ മതിലുകൾ എന്തോ കാരണത്താൽ പെട്ടെന്ന് തകർന്നു വീണതിന്റെ തെളിവുകൾ കണ്ടെത്തി. 1990കളിൽ പുരാവസ്തു ശാസ്ത്രത്തിൽ വിദഗ്ധനായ ഡോക്ടർ ബ്രയൻ വുഡ് ഈ തെളിവുകളെല്ലാം പിന്നെയും വിലയിരുത്തി. BC 1400-ൽ യോശുവയുടെ സമയത്തുണ്ടായിരുന്ന എരിഹോ മതിലാണ് ഇത് എന്ന് അദ്ദേഹം തെളിയിച്ചു. ആ സ്ഥലത്ത് പുറത്തേക്ക് തകർന്നു വീണ മതിലുകളും കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭരണികളും അതിൽ നിറയെ ധാന്യങ്ങളും കണ്ടുപിടിച്ചു. ഇത് എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നീണ്ട ഉപരോധനം കാരണം വിശന്ന് വലഞ്ഞല്ല ഇവർ മരിച്ചതെന്നും ഇത് നഗരത്തെ പെട്ടെന്ന് പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായി കൃത്യമായി യോജിക്കുന്നുണ്ട്. അതായത് വിളവെടുപ്പ് സമയത്ത് നഗരത്തെ കീഴടക്കി. ഈ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ ബൈബിൾ വിവരണത്തിന്റെ വിശ്വാസ്യതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ബാബിലോണിയൻ അടിമത്തം. ബൈബിൾ വിവരണത്തിൽ തന്നെ അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നിമിഷമാണ് ബാബിലോണിയൻ അടിമത്തം.
2 രാജാക്കന്മാർ, ഇരമ്യാവ്, വിലാപങ്ങൾ, ദാനിയേൽ എന്നീ പുസ്തകങ്ങളിലെല്ലാം പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. BC 586 യെരുശലേമിൻ്റെയും ഒന്നാം ദൈവാലയത്തിൻ്റെയും നാശത്തിനു ശേഷം ബാബിലോണിലേക്ക് ജൂതന്മാരെ നാടുകടത്തിയ സംഭവം ഇസ്രായേലിൻ്റെ ആത്മീയവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറി. ഈ അടിമത്തത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ഇതത്ര വലിയ സംഭവമൊന്നും അല്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ഇറാഖിലെ പുരാവസ്തു കണ്ടെത്തലുകളുടെ ഒരു പരമ്പര ആ കാഴ്ചപ്പാട് മൊത്തത്തിൽ തന്നെ മാറ്റി എന്നതാണ് സത്യം. പുരാതന നഗരമായ നിപ്പൂർ, ബാബിലോൺ, ഊർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ബാബിലോണി ലിഖിതങ്ങളിൽ ബാബിലോണിൽ താമസിക്കുന്ന ജൂത പ്രവാസികളെ പരാമർശിക്കുന്ന ഭരണപരമായ രേഖകൾ കണ്ടെത്തി. അതിൽ പലരും ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുമായി പൊരുത്തപ്പെടുന്ന എബ്രായ പേരുകളാണ്. ഇതിൽ തന്നെ ഏറ്റവും ശക്തമായൊരു കണ്ടെത്തൽ ഏതാണെന്ന് പറഞ്ഞാൽ 1899 കണ്ടെത്തി പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിനെക്കുറിച്ച് പഠിച്ച യെഹോയാക്കീം ലിഖിതമാണ്. ബൈബിളിൽ യെഹോയാക്കീം എന്ന് പറയുന്ന ഒരു രാജാവിന് ബാബിലോണിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അഹോവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. 2 രാജാക്കന്മാർ 25 അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഒരുപാട് വർഷം തടവിലായിരുന്ന ഈ യെഹോയാക്കീം രാജാവിന് ബാബിലോൺ രാജാവായ എവിൽ മെർദോക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈബിൾ എഴുത്തുകാർ യഥാർത്ഥ സംഭവങ്ങൾ എഴുതി എന്നത് മാത്രമല്ല, രാഷ്ട്രീയ, സാമൂഹിക, ഭരണപരമായ വിശദാംശങ്ങൾ പോലും വളരെ കൃത്യതയോടെ സംരക്ഷിച്ചുവെന്ന് ഈ രേഖകൾ കാണിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇത് ദൈവശാസ്ത്രപരമായ അതിശയോക്തി ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞ് ചിലർ തള്ളിക്കളഞ്ഞ ബാബിലോണിയൻ പ്രവാസം പുരാവസ്തു ശാസ്ത്രം സത്യമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. ബൈബിൾ എന്ന് പറയുന്നത് വെറുമൊരു വിശ്വാസ പുസ്തകമല്ല, അത് മനുഷ്യ ചരിത്രത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യം കൂടിയാണ്. ഒരു സമയത്ത് ഇതൊക്കെ ഇതിഹാസമാണ്, ഇത് പുരാണ കഥകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയപ്പെട്ട സംഭവങ്ങൾ ക്രമേണ പുരാവസ്തു ഗവേഷണങ്ങൾ, ഭൂശാസ്ത്ര പഠനങ്ങൾ, ശാസ്ത്രീയ വിശകലനം എന്നിവയിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. നോഹയുടെ പെട്ടകത്തിന് പിന്നിലുള്ള ഭൗതികശാസ്ത്രം മുതൽ സോളമൻ്റെ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ, ബാബേൽ ഗോപുരത്തിൻ്റെ ചരിത്രം, എരിഹോ നഗരത്തിൻ്റെ പതനം, ബാബിലോണിയൻ പ്രവാസം എന്നിവ വരെ ഓരോ പുതിയ പുതിയ തെളിവുകളും ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.